Good morning, students. നമുക്ക് ചെയിൻ റൂളിലെ മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. W is equal to 5x square y cube z raised to 4. X is equal to t square, y is equal to t cube, z equal to t raised to 4. Here the function W containing three variables. X, y, and z. X in terms of t alone, y in terms of t alone, z in terms of t alone. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ഉണ്ടായുള്ളൂ. ഇവിടെ നമുക്ക് വേരിയബിൾ ഫംഗ്ഷനിൽ മൂന്ന് വേരിയബിൾ ഉണ്ട്, എക്സ് വൈ സെറ്റ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണം. അപ്പൊ ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. എന്തുകൊണ്ടാണത്? ഡബ്ല്യു കണ്ടെയ്നിങ് ത്രീ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, therefore we take partial derivative. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി plus dou w by dou y into dy by dt plus dou w by dou z into dz by dt. Here we have three variables in the function containing three variables x, y, and z. Therefore, we take the formula as dou w by dou x into dx by dt, dou w by dou y into dy by dt, dou w by dou z into dz by dt. Then നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഡിഫറൻസിയേഷനും എടുക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താണ്? ഈ ഫംഗ്ഷൻ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആരൊക്കെയാണ്? 5y ക്യൂബ് z raised to 4 എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന്റെ എന്ത് വരും? എക്സ് സ്ക്വയറിന്റെ 2x ഇൻറ്റു dx ബൈ dt എന്താണ്? 2t പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ y. നമ്മൾ ഈ ഫംഗ്ഷൻ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? 5x സ്ക്വയർ z raised to 4 കോൺസ്റ്റന്റ് ആണ്. 3y square into dy by dt എന്താണ്? 3t square plus dou w by dou z. dou w by dou z എന്ന് പറയുന്നത് എന്താണ്? 5x square y cube into z raised to 4 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4z cube into dz by dt എന്താണ്? 4t cube. ഇപ്പോൾ ഡിഫറൻസിയേഷൻ പാർട്ട് കഴിഞ്ഞു. അത് ഓരോ കേസിലും ഡോ w by dou x ഉം dx by dt ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിന് വൈക്ക് പകരം നമ്മൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് ടി അലോൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് കൊടുക്കണം. ഇവിടെ y ക്യൂബ് എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ആണ്. അപ്പൊ y ക്യൂബ് എത്രയായിരിക്കും? ടി റേസ് ടു 9 അല്ലേ? 3 ഇൻറ്റു 3 9. z റേസ് ടു 4. z എന്ന് പറഞ്ഞാൽ എന്താണ്? ടി റേസ് ടു 4 ആണ്. അപ്പൊ ടി റേസ് ടു 16 ഇൻറ്റു 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എന്താണ്? ടി സ്ക്വയർ ഇൻറ്റു 2t പ്ലസ് 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി സ്ക്വയർ. അപ്പൊ ടി റേസ് ടു 4. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി റേസ് ടു 4. അപ്പൊ ടി റേസ് ടു 16 ഇൻറ്റു 3 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ക്യൂബ്. അപ്പോ ടി റേസ് ടു 6 ഇൻറ്റു 3t സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി സ്ക്വയർ ആണ്. അപ്പൊ ടി റേസ് ടു 4 ഇൻറ്റു വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടി റേസ് ടു 9 ഇൻറ്റു 4 ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടി റേസ് ടു 4 ടി റേസ് ടു 12 ഇൻറ്റു 4t ക്യൂബ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. എക്സിനും വൈക്കും ഇസഡിനും നമ്മൾ ടിയുടെ വാല്യൂസ് കൊടുത്തു, ടി കൊടുത്തു. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ആൻസർ ടിയിലേക്ക് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം നോക്കാം. ഇവിടെ i2 10 y2 10 y2 20 ടി റേസ് ടു 9 16 9 25 25 2 27 1 28. അപ്പൊ ടി റേസ് ടു 28 എന്ന് വരും. 20 ടി റേസ് ടു 28 എന്ന് വരും. പ്ലസ് ഇവിടെ നോക്കാം. i3 15 15 3 i3 15 15 3 45 45 16 4 20 26 2 28 45 ടി റേസ് ടു 28 പ്ലസ് ഇവിടെ നോക്കാം. i4 20 20 ഇൻറ്റു 4 80 20 80 13 13 15 25 3 28 ടി റേസ് ടു 28. അപ്പൊ ടി റേസ് 28 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് വരും? 20 പ്ലസ് 45 പ്ലസ് 80. അത് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 ഇവിടെ 5 വരും. 8 12 2 14 145 ടി റേസ് ടു 28 എന്ന് ആൻസർ. അപ്പൊ ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 145 ടി റേസ് ടു
28 കിട്ടും. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഫംഗ്ഷൻ W എന്നുള്ള ഫംഗ്ഷനിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? W എന്ന ഫംഗ്ഷൻ കണ്ടെയ്നിങ് 3 വേരിയബിൾസ് X, Y, Z. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ ഫോർമുല എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: dW/dt is equal to ∂W/x into dx by dt plus ∂W/y into dy by dt plus ∂W/z into dz by dt. അതിനുശേഷം ഡിഫറൻസിയേഷൻ എടുക്കുക. എക്സിനും വൈക്കും ഇസഡിനെ നമ്മൾ ടിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 145 T⁻28. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓരോ പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് പതിയുള്ളൂ കേട്ടോ. ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.